പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ അടിമകളുടെ പ്രധാന അടയാളങ്ങൾ അതിലൊന്നാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രി പാതിരാ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, ഉറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷമുള്ള നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ആ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ. സത്യവിശ്വാസികളായ നല്ലവരായ മനുഷ്യർ ഉറങ്ങിക്കിടന്നാൽ ആ ഉറക്കിൽ നിന്ന് പെട്ടെന്നതാ അവർ ഉണരുന്നു രാത്രി പാതിരയാകുമ്പോൾ. എന്നിട്ട് റബ്ബഹും അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഖൗഫൻ വതമആ, ഭയപ്പെട്ടുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും. നിനക്ക് ചെയ്യാനുള്ള ഹക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ വലിയ പാപിയാണ്, നിന്റെ മുമ്പിലേക്ക് ഞാനെങ്കിലും വരുമല്ല, നിന്റെ അടുക്കലേക്ക് ഞാനെങ്കിലും വരുമല്ല എന്ന ഭയം, ആ ഭയം ശക്തിയായി ഉള്ളതോടുകൂടെ അല്ലാഹുവേ, സാധുവായ മിസ്കീനായ ഞാൻ നിന്നിൽ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്, നല്ല ഹബീബായ റസൂലുള്ളാഹിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, മറ്റു വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിനെ പ്രിയം വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പാപികളാണ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ഈ ആഗ്രഹവും അങ്ങനെ ഖൗഫൻ വതമഅ, ഭയവും ആഗ്രഹവും, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടി പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ അവരാണ് യഥാർത്ഥ മുഖ്ബിറുകൾ, അവരാണ് ഏറ്റവും ഉന്നതന്മാരെന്ന് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണമെന്ന് കൂടി എന്റെ ഈ സദസ്സിന്റെ വസിയ്യത്തെന്ന നിലക്ക് നിങ്ങളോട് ഞാൻ പറയുന്നു. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു إذا انشق معروف من الفجر ساطع رانا الهدى بعد العمى فقلوبنا به موقنة أنما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് അദായത്തു കിതാബഹു, അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നേരം വെളുക്കാറാകുന്ന സമയത്ത്, പാതിരാ സമയത്ത്, ഫജ്റിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പാരായണം ചെയ്യുന്നു. മാത്രമല്ല യബീതു യുദാഫി ജംബഹു അൻ ഫിറാജിഹി ഇദാ തഖലതു ബിൽ മുശ്രികീനൽ മളാജിഉ. മുശ്രിക്കീങ്ങളായ ആളുകൾ കിടന്നു ഉറങ്ങുന്ന, ഗൗരവമായി ഉറങ്ങുന്ന സമയം അല്ലാഹുവിന്റെ ഹബീബ് ഉണരുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു. അവിടുന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലോകത്തിന് പുലർന്ന് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പ്രശംസിച്ചത് കേട്ടില്ലേ? ആ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബികൾ നിസ്കരിച്ച നിസ്കാരം, അല്ലാഹുവിന്റെ ഔലിയാക്കൾ നിസ്കരിച്ച നിസ്കാരം, ആരിഫീങ്ങൾ നിസ്കരിച്ച നിസ്കാരം, എല്ലാ സാലിഹീങ്ങളും അല്ലാഹുവിലേക്ക് അടുക്കാൻ കൂടുതലായി നിർവഹിച്ചിട്ടുള്ള തഹജ്ജുദ് നിസ്കാരം 2 റക്അത്തെങ്കിലും നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാം, നിസ്കരിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അവസാനമായി ഒറ്റ വാക്കുകൂടി വസിയത്ത് കൂടി, നിങ്ങൾ സജ്ജനങ്ങളെ കുറ്റം പറയരുതേ, സജ്ജനങ്ങളെ ആക്ഷേപിക്കരുത്, സ്വാധീനങ്ങളായ മഹാന്മാരായ ആളുകളെ നിങ്ങൾ ആക്ഷേപിക്കരുത്. നിങ്ങൾ പ്രത്യേകമായി ചിന്തിക്കണം, അത് വലിയ നന്മയാണ്. ആലിമീങ്ങളുടെ മാംസം, സാലിഹീങ്ങളുടെ മാംസം സുമ്മുൻ ഖാതിഉൻ, അത്
അത് മനുഷ്യരെ കൊന്നുകളയുന്ന നഞ്ഞ് വിഷമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആലിമീങ്ങളെ ആക്ഷേപിക്കരുത്, സാലിഹീങ്ങളെ ആക്ഷേപിക്കരുത്, മുഅ്മിനീങ്ങളെ ആക്ഷേപിക്കരുത്, ആരെയും ആക്ഷേപിക്കരുത്. നമ്മളെ കാര്യം തന്നെ ബേജാറിലാണല്ലോ. നമ്മളെപ്പോഴാണ് മരിക്കുകയെന്ന് നമുക്കറിയില്ല. നമ്മൾ മരിച്ച് കബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ആ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ സ്വന്തം കാര്യത്തിൽ തന്നെ വേണ്ടാറുള്ള നമുക്ക് മറ്റൊരാളെ കുറ്റങ്ങളും കുറവുകളും നോക്കി നടക്കാൻ സമയമില്ല. അതുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് സൗകര്യമായി ജീവിക്കണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തട്ടെ. പരിശുദ്ധ റമളാനിന്റെ പകുതിയോളം എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് 2 ദിവസമേ ഇനിയുള്ളൂ 15-ന്. അങ്ങനെ അറിയാതെ കഴിഞ്ഞു പോവുകയാണ്. ആ പ്രിയപ്പെട്ട പുണ്യമാസം, ഏറ്റവും മനോഹരമായ മാസം. ഈ മാസത്തിൽ തൗബ ചെയ്ത് മടങ്ങാനും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും എല്ലാവരും ഉത്സാഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി, നമ്മുടെ എല്ലാ നേതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഹൃദയത്തിൻ്റെ ദയ, അതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ഇങ്ങനെ പുറത്തുനിന്നാരെങ്കിലും വന്ന് താമസിക്കുന്നുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. എന്താണ് അവരുടെ കൽബിൻ്റെ മയം, അവരുടെ കൽബിൻ്റെ റഹ്മ പറയാൻ കഴിയില്ല. അത്രയും അധികം ഇവിടുത്തെ ഭരണാധികാരികളുടെ ഹൃദയം ലളിതമായി സാധുക്കളായ പാവങ്ങളായ നമ്മളോട് സ്നേഹം കാണിച്ചത് കൊണ്ടല്ലേ നമുക്കിവിടെ ജോലി ചെയ്യാൻ കഴിയുന്നത്, അതുകൊണ്ടല്ലേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത്, അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ വഴക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ